രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടാൻ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഏറ്റെടുക്കുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ മരവിച്ച മനസ്സുകളെ പരിശുദ്ധാത്മാവേ ഉണർവ് നൽകണം, ഉന്മേഷം നൽകണം. പരിശുദ്ധ റൂഹായെ പറന്നിറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ആമേൻ. കൈകൾ അടിച്ചു പാടാം സന്തോഷത്തോടെ. പുത്തനഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ. ആമേൻ. പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ പരിശുദ്ധ റൂഹായേ. പഠിക്കേ. പുത്തനഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ. പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ പരിശുദ്ധ റൂഹായേ. ആമേൻ, ആമേൻ. പരിശുദ്ധ റൂഹായേ, അഭിഷേകം പകരണമേ എല്ലാവരും. പരിശുദ്ധ റൂഹായേ, അഭിഷേകം പകരണമേ. കൈകൾ ഉയർത്തി പാടിക്കേ, കൈയടിച്ച്. പരിശുദ്ധ റൂഹായേ, അഭിഷേകം പകരണമേ. പാടി പാടി. പരിശുദ്ധ റൂഹായേ, അഭിഷേകം പകരണമേ. എല്ലാവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിച്ച് സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരിലും ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് വ്യാപരിക്കപ്പെടട്ടെ. ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യ ശുശ്രൂഷയിൽ ഈശോ വചനം നൽകി നമ്മളെ ശക്തിപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനത്തിലെ വളരെ പരിചിതമായ ഒരു വചനത്തിലൂടെയാണ്. സങ്കീർത്തന പുസ്തകം നമുക്ക് പരിചയമുണ്ട്. ബൈബിളൊന്നും എടുത്തേ, നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനം എഴുതി പഠിക്കണം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 34 അധ്യായം 18 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 18. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? എല്ലാവരും പറ്റുമെങ്കിൽ ആ വലതുകരൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റു പറയണം. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 18 തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ വചനം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പലതവണ കേട്ടിട്ടുണ്ട്. ദാ ഇപ്പോ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ ഈ വചനം നിന്നെ അതിശക്തമായി അഭിഷേകം കൊണ്ട് പൊതിയും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. എങ്ങനെയുള്ളവരെയാ? വെറുതെ ഇരിക്കുന്നവർക്കല്ല, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നവർക്ക്, താല്പര്യപ്പെടുന്നവർക്ക്. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രാർത്ഥിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിലേ ദൈവ സാന്നിധ്യം നിനക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ പറ്റൂ. അതോടൊപ്പം വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഹൃദയം നുറുങ്ങി നീ പ്രാർത്ഥിച്ചാൽ നിശ്ചയമാണ് ദൈവം നിന്നിൽ ഇടപെട്ടിരിക്കും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 73 പുസ്തകങ്ങളടങ്ങിയ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഓരോ താളിലും വളരെ വ്യക്തമായി ഈ വലിയ സത്യം എഴുതിയിട്ടുണ്ട്. ആവർത്തിച്ച് നിന്നെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കണമെന്നറിയോ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വായിക്കുന്ന ഓരോ സമയത്തും നമ്മളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ബർത്തിമ്യൂസ്. മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം
അതിൻ്റെ 46 മുതലുള്ള വചനത്തിലാണ് ഈ ബർത്തിമ്യൂസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ബർത്തിമ്യൂസ് വഴിയരികിലിരുന്ന് കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതാ ജനക്കൂട്ടം മുഴുവൻ, യേശു നടുവിലുണ്ട്, ചുറ്റും ജനക്കൂട്ടമുണ്ട്, അവരതാ റോട്ടിലോട്ട് വരുന്നു. അപ്പോൾ വഴിയിൽ അരിയിരുന്നുകൊണ്ട് ഒരുത്തനിരുന്ന് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കണം. 47 തിരുവചനം, മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായം 47. നസ്രായനായ യേശുവാണ് പോകുന്നെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അപ്പോൾ നാട്ടുകാർ പലരും വന്നിട്ട് പറഞ്ഞു, നീ മിണ്ടാണ്ടിരിക്കുക. എന്നാൽ വചനം പഠിപ്പിക്കുന്ന എന്താ? എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം ഒന്ന് വായിച്ചേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. വഴിയരികിലിരിക്കുന്ന, ഒട്ടും ശ്രദ്ധ ആകർഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിത്വം ബർത്തിമ്യൂസ്. അന്ധനാണ്, യാചകനാണ്. അവൻ അവിടെ ഇരുന്ന് നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവന്റെ നിലവിളി യേശു കേട്ടു. യേശു കേട്ടു എന്ന് മാത്രമല്ല, യേശു അവനെ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലോട്ട് കൊണ്ടുവന്ന് അവനെ സ്നേഹിക്കുകയാണ്, അവനെ ബഹുമാനിക്കുകയാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, പ്രാർത്ഥിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നവനെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും. നാട്ടുകാരുടെ മുമ്പിൽ ഉയർത്തി നിർത്തും. നാട്ടുകാരുടെ മുമ്പിൽ അവനെ ഉയർത്തി നിർത്തും. നമുക്ക് പരിചയമുണ്ടല്ലോ സക്കേവൂസ്. ലൂക്കാസ് വിശേഷം 19 അധ്യായത്തിൽ നമ്മൾ സക്കേവൂസിനെ കുറിച്ച് വായിക്കും. സക്കേവൂസ് മരത്തെ കയറി, ഏതാ മരം? സിക്കമൂർ മരത്തെ കയറി ഇരിപ്പ. ഈശോ ആ വഴിയെ വന്നു. വലിയ ജനക്കൂട്ടമുണ്ട്. ഈശോ വന്നിട്ട് എന്ത് ചെയ്തു? ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. എന്നിട്ട് സക്കേവൂസേ പേരെടുത്ത് ഈശോ വിളിക്കുകയാണ്. ഇവര് തമ്മിൽ മുൻപരിചയമല്ലോ ഉണ്ടോ ആവോ? വചനത്തിൽ അതൊന്നും പറയുന്നില്ല. എന്നാൽ ഏതോ ഒരു സുഹൃത്തിനെ വിളിക്കുന്നത് പോലെ ഈശോ സക്കേവൂസിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവനെ വിളിച്ചിറക്കി. സക്കേവൂസിന്റെ അവസ്ഥ എന്താ? ആരും കാണാതിരിക്കാൻ ഇലകൾക്കിടയിൽ മറഞ്ഞിരിപ്പാണ്. എന്നാൽ അവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇതാ ഈ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിർത്തി വലിയൊരു സൗഹൃദ സംഭാഷണം. ഇതിനു മുമ്പ് നാളുകളായി പരിചയമുള്ളതുപോലെ സക്കേവൂസേ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് സക്കേവൂസിന്റെ വ്യക്തി ജീവിതത്തിൽ, പിന്നീട് കുടുംബത്തിൽ ഇടപെടുകയാണ്. എന്തു മനസ്സിലായി? പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും, ദൈവം ആദരിക്കും. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 41 തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 41 കുഷ്ഠരോഗിയെ കുറിച്ചാണ്. വചനം പഠിപ്പിക്കുന്നു, അവൻ കരുണയോടെ കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ആരെയാണെന്നറിയാവോ? കുഷ്ഠരോഗിയെ. കുഷ്ഠരോഗി ആരും അങ്ങോട്ട് നോക്കിയേല, ആർക്കും വേണ്ടാത്തവൻ, രോഗം പിടിപെട്ട് ദുരിതത്തിൽ കഴിയുന്നവൻ. എന്നാൽ യേശു അവനെ കണ്ട് അവനെ തൊട്ടു, അവനെ ചേർത്ത് പിടിച്ചു. നിന്റെ ജീവിതത്തിൽ നീ വിഷമിച്ചിരിക്കുന്നോ? നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടിരിക്കുന്നോ? പ്രശ്നങ്ങളിൽപ്പെട്ട് കൂരാക്കുടുക്കിൽപ്പെട്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നോ? ഇതാ ഈശോ നിന്നോട് പറയുന്ന കാര്യം, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ എൻ്റെ സഹോദര സഹോദരി, നിന്റെ മേൽ കർത്താവ് ഇടപെടും, നിന്നെ ദൈവം ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ തന്നെ സുവിശേഷം 7 അധ്യായം, നമുക്ക് വളരെ പരിചയമുള്ള മറ്റൊരു തിരുവചനം. 7 അധ്യായം 33 തിരുവചനം. ഇവിടെ ബധിരനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ്. 33 തിരുവചനം. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി, അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു.
എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു പരിഗണന. പ്രിയപ്പെട്ടവരെ, ആരാ ഇത്രമാത്രം വ്യക്തിപരമായി പരിഗണിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ പരിഗണിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് തോന്നും ചിലരൊക്കെ നമ്മളെ പരിഗണിക്കും, നമ്മളെ സ്നേഹിക്കും, എന്നാൽ പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും, വലിയ വിഷമത്തിലായിരിക്കാം. എന്നാൽ യേശു ഈ ശുശ്രൂഷ സമയം ബധിരനെ സുഖപ്പെടുത്തിയ യേശു നിന്നെയും വ്യക്തിപരമായി തൊട്ട് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും. നിലവിളിക്കാൻ മനസ്സ് കാണിക്കുന്നവനെ കർത്താവ് തൊടും. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 23-ാം തിരുവചനം അന്ധനെ കുറിച്ച് വചനഭാഗം പഠിപ്പിക്കുന്നു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു പേഴ്സണൽ ഹീലിംഗ് ടച്ച്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ഒരാൾക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ വെറുതെ സൗഖ്യം കൊടുക്കുകയല്ല, ആ വ്യക്തിയുടെ നഷ്ടപ്പെട്ട ആത്മാഭിമാനത്തെ ദൈവജനത്തിൻ്റെ മുമ്പിൽ നടുവിൽ നിർത്തി ഒന്ന് അഭിമാനത്തോടുകൂടെ ബഹുമാനിച്ചിട്ടാണ് ഈശോ സൗഖ്യം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനം, രോഗം, ചില കടബാധ്യതകൾ, നമ്മുടെയൊക്കെ കുടുംബത്തിലെ അവസ്ഥകൾ എന്ന് ചിന്തിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു. പിന്നെ പുറമേക്ക് വരത്തില്ല, എല്ലാ കാര്യത്തിലും പുറകോട്ട് വലിയും, വല്ലാത്ത ഭാരം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നൊക്കെ നമുക്ക് വല്ലാത്ത വിഷമം. യേശു ചെയ്യുന്ന പ്രവൃത്തി എന്താ? യേശു നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് നിന്നെ ആ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഉയർത്തി നിർത്തുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കാൻ, നിലവിളിക്കാൻ നിനക്കൊരു മനസ്സുണ്ടായിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം ബഹുമാനിക്കും. അത് ഉറപ്പാണ്. ഒരു കുടുംബം, പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ബിസിനസ്സുകാരാണ്. നാളുകൾക്ക് മുമ്പ് ആ വീട്ടിൽ ഒരു ഭവന സന്ദർശന അവസരത്തിൽ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യ 24 മണിക്കൂറും പ്രാർത്ഥനയാച്ചാ, അച്ഛൻ പോകുമ്പോൾ വിളിച്ചോണ്ട് പൊക്കോ, ആ കോൺവെന്റിൽ എങ്ങാനും കൊണ്ട് നിർത്ത്. എന്തു പ്രാർത്ഥനയാണെന്നറിയോ അച്ഛാ? ഞങ്ങൾ കുടുംബജീവൻ നയിക്കുന്നവരല്ലേ, ഒരു സന്തോഷമൊക്കെ വേണ്ടേ? വീട്ടിൽ 24 മണിക്കൂറും പ്രാർത്ഥനയോട് പ്രാർത്ഥന. മടുത്തച്ഛാ, ഇവളെ വിളിച്ചോണ്ട് കോൺവെന്റിലോ ധ്യാന കേന്ദ്രത്തിലോ എവിടെയെങ്കിലും കൊണ്ട് നിർത്ത്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഭാര്യ എന്നെ കളിയാക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ കുടുംബം സന്ദർശിക്കാൻ വീണ്ടും ഇടവന്നു. കാരണം വലിയ സാമ്പത്തിക തകർച്ചകളിലൂടെ കുടുംബം കടന്നു പോകുന്നു. അങ്ങനെ ഒരു വാർത്ത എറിഞ്ഞ് ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ഭർത്താവ് ഭാര്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിർത്തി, ആ കൈക്ക് പിടിച്ച് ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ വലിയ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഇടയിൽ ഇവളുടെ പ്രാർത്ഥന അച്ഛാ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. ഇതേ ഭർത്താവ് നാളുകൾക്ക് മുമ്പ് അഹങ്കാരത്തോടെ പറഞ്ഞതാ, ഇവളുടെ പ്രാർത്ഥന അത് മടുത്തു. എന്നാൽ ഇപ്പോൾ എന്താ പറയണേ? അച്ഛാ, ഇവളുടെ കണ്ണുനീരും പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രമാണച്ചാ ഞങ്ങളുടെ വീടൊന്ന് പച്ച പിടിച്ച് നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഓർത്തുകൊള്ളണം, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ആത്മീയ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോണം, മറ്റുള്ളവർ നിന്നെ പരിഗണിക്കും, പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കരുത്. ഉദാഹരണം ബർത്തിമീസ് തന്നെ. അവൻ നിലവിളിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എന്തു പറഞ്ഞു? മിണ്ടാണ്ടിരിക്കടാ. എന്നാൽ ശ്രദ്ധിച്ചോ, അതേ നാട്ടുകാരെ കൊണ്ട് തന്നെ ഈശോ അവനെ ബഹുമാനിപ്പിച്ചു. സക്കേബൂസിന് ഈശോയെ കാണാൻ തടസ്സം എന്തായിരുന്നു? അവൻ്റെ പൊക്കക്കുറവ് മാത്രമല്ല, മുമ്പിൽ നിന്നവരുടെ പൊക്ക ഉള്ള അവസ്ഥ. മുമ്പിൽ നിൽക്കുന്നവർ പൊക്ക ഉള്ളവരാ, അതുകൊണ്ട് ഇവന് കാണാൻ പറ്റുന്നില്ല. ഇവൻ്റെ ഉള്ളിലെ വിഷമം. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈശോ അവനെ ബഹുമാനിച്ചു, അവനെ ആദരിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രാർത്ഥിക്കാൻ നീ മനസ്സ് കാണിക്കുന്നുണ്ടോ? നിന്നെ ദൈവം ബഹുമാനിക്കും.
നിന്റെ ജീവിത അവസ്ഥകളിൽ ദൈവം ഇടപെടും. ഇന്നല്ലെങ്കിൽ നാളെ നീ അതനുഭവിക്കും. സങ്കീർത്തകനായ ദാവീദ് പഠിപ്പിക്കുന്ന ഈ വചനം, ദാ ഈ ശുശ്രൂഷ സമയം നിന്നിൽ അത് സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചു മടുത്തിരിക്കുവാണോ? ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞതിൻ്റെ പേരിൽ നീ പ്രാർത്ഥന ഉപേക്ഷിച്ച വ്യക്തിയാണോ? എങ്കിൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ നിന്റെ മുമ്പിൽ ദൈവിക ശക്തി ഇടപെടും. സങ്കീർത്തനം 34 വചനം 18. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്നുള്ള ആരാധന ശുശ്രൂഷ സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവാ. എന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന നമ്മളെ ദൈവം ബഹുമാനിക്കും.